എത്രയൊക്കെ പിരിയണ്ടാന്ന് കേണു പറഞ്ഞിട്ടും ഒരു പട്ടിയെപ്പോലെ പിറകെ വന്നിട്ടും ഒരു പുല്ല് വില പോലും തരാതെ വിട്ടുപോകരുതെന്ന് കാലു പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടും ഇട്ടേച്ചു പോയില്ലേ? ഇട്ടുപോയെന്നു പോലും അറിയാതെ എത്ര കാലം ഞാൻ കാത്തിരുന്നു. ഒരു വാക്കോ നോക്കോ ഇല്ലാതെ എന്നെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ എത്ര നാളിങ്ങനെ. ഒറ്റക്കൊന്ന് പുറത്തിറങ്ങാത്ത ഞാൻ, ഒറ്റക്കൊരു ചായ കുടിക്കാൻ പോലും പോകാത്ത ഞാൻ, എല്ലാം നിനക്ക് വേണ്ടി, നിന്നോട് മാത്രമായിട്ടും. പൊതുവെ ആളുകൾ അവരോടുള്ള പെരുമാറ്റത്തിൻ്റെ രീതി മാറുന്നത് ശ്രദ്ധിക്കും. എന്നാൽ നീ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയപ്പോഴൊന്നും മൈൻഡ് ചെയ്തില്ല. ഒരിക്കൽ സൂചിപ്പിച്ചപ്പോൾ ബിസിനസ്സിൻ്റെ തിരക്കാണെന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറി. ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. എനിക്കൊരു പ്രശ്നവും തോന്നിയില്ല. ഞാൻ നിന്നിൽ അത്രമേൽ അഡിക്റ്റഡ് ആയിരുന്നല്ലോ. നീയുള്ളപ്പോൾ മാത്രമുള്ള ഞാനായിരുന്നു. നിന്നെ വിടാനാകാതെ നീയില്ലാത്ത ഞാനായിരുന്നു. യാദൃച്ഛികമായി കിട്ടിയതായിരുന്നു എനിക്ക് നിന്നെ. അല്ല, തെറ്റിപ്പോയി. നമുക്ക് നമ്മളെ. അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു കൂട്ട്. നീ ഇല്ലെങ്കിൽ ഒരു വലിയ ബിഗ് സീറോ മാത്രമായി തീരുന്ന ഞാനും എൻ്റെ മനസ്സും ശരീരവും സ്നേഹവും. അതങ്ങനെയാണല്ലോ അല്ലേ? അടുത്തടുത്തടുത്ത് അങ്ങേ അറ്റത്ത് കൊണ്ട് ചെന്നെത്തിക്കും. നിന്നെ വിട്ട് ഞാൻ എവിടെയും പോകില്ല. നീ എന്നെ വേണ്ടാന്ന് പറയുന്നത് വരെ. നീ വേണ്ടാന്ന് പറഞ്ഞാലും വിട്ടുകളഞ്ഞാലും ഞാനെന്നും ഇതുപോലെ തന്നെ കാണും. ഒരിക്കൽ നിന്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടന്നപ്പോൾ നീ പറഞ്ഞ ഈ വാക്കുകൾ എൻ്റെ കാതിൽ ഇന്നലെ കേട്ടതുപോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അന്ന് നീ എനിക്ക് മറ്റൊരു വാഗ്ദാനം കൂടെ തന്നിരുന്നു. നീ ഓർക്കുന്നുണ്ടോ? നീയല്ലാതെ മറ്റൊന്നും എൻ്റെ കൂടെയുണ്ടാകില്ല. എൻ്റെ അവസാന ശ്വാസം വരെ നമ്മൾ രണ്ടും ഒന്നിച്ച് ജീവിച്ച് ഒരുമിച്ച് മരിച്ച് ഒരേ പട്ടടയിൽ എരിഞ്ഞടങ്ങും, ഇതുറപ്പാണെന്ന്. നീ തമാശക്ക് പറഞ്ഞതെങ്കിലും ഞാനതൊന്നും വെറുതെ കേട്ടതായിരുന്നില്ല. ഒരു ഹൃദയം മറ്റൊരു ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്ത വിശ്വാസത്തിൻ്റെ വേരുകളായിരുന്നു അവ. ദിനംപ്രതി ഞാൻ എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിച്ച എൻ്റെ പ്രതീക്ഷയുടെ കണികകൾ. ഇതൊന്നും ഈ ലോകത്തിലെ ഏറ്റവും വലിയ നുണകളാണെന്ന് വളരെ വൈകി മാത്രം ഞാനറിഞ്ഞ സത്യങ്ങളായി. നമ്മുടെ റിലേഷൻ നിന്റെ ഫ്രണ്ട്സ് അറിഞ്ഞ് കറുത്ത ഭംഗിയില്ലാത്ത ഇവളെയല്ലാതെ നിനക്കാരെയും കിട്ടിയില്ലേ പ്രേമിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ലൈലയുടെ ഭംഗി കാണാൻ ഞാനെന്ന എൻ്റെ മജ്നുവിൻ്റെ കണ്ണിലൂടെ നോക്കണമെന്ന് നീ മറുപടി കൊടുത്ത അന്ന്, ആരും കാണാതെ ആരും അറിയാതെ വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടും നീ എന്നായാലും എനിക്കുള്ളതല്ലേ, എൻ്റെ പെണ്ണല്ലേ, നമ്മളെന്നും മരണം വരെ ഇങ്ങനെ കഴിയേണ്ടവരല്ലേ, എന്നാണേലും ഇതൊക്കെ എൻ്റെ മാത്രം സ്വന്തമല്ലേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മറുത്തൊരു വാക്കുപോലും പറയാൻ പറ്റാത്ത വിധം നീ എന്നെ മയക്കി വീഴ്ത്തി. നിന്റെ വാക്കുകളുടെ കൊട്ടാരത്തിന് മുന്നിൽ ഞാൻ പകച്ച് അന്തം വിട്ടു നിന്നു. ചിന്തിക്കാൻ പോലും എനിക്ക് അവസരമുണ്ടായില്ല. അല്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ലായിരുന്നു. എൻ്റെ ചിന്തയും ബുദ്ധിയും ബോധവുമെല്ലാം നിനക്ക് മുന്നിൽ അടിയറവ് വെച്ച് നിനക്കടിമപ്പെട്ടായിരുന്നല്ലോ ഞാൻ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്, ജീവിച്ചു കൊണ്ടിരുന്നത്. ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് നീ പറയുമ്പോഴൊക്കെയും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. പിന്നെന്തിന് നീ എന്നെ ആവശ്യപ്പെടുമ്പോൾ ഞാൻ എന്നെ പൊതിഞ്ഞു വെക്കണം? പ്രേമം ചില മനുഷ്യരെ നല്ല കാമുകിയാക്കും. നമ്മുടെ പ്രേമം നിന്നെ ആ സമയത്തെ ഭ്രാന്തനാക്കി. എൻ്റെ ശരീരത്തിൽ നിന്ന് ഓരോ പ്രാവശ്യവും നീ ആത്മസംതൃപ്തി അടിഞ്ഞിറങ്ങുമ്പോഴും നീ ഭ്രാന്തനായിരുന്നു, കാമത്തിൻ്റെ ഭ്രാന്തൻ. ആരും അറിയാതെ രഹസ്യമായി നമ്മൾ പങ്കുവച്ച ആ നിമിഷങ്ങളാണ് എന്നും എനിക്ക് പ്രിയപ്പെട്ടവ. അന്നുകളിൽ ഞാൻ കഴിഞ്ഞ നിനക്ക് മറ്റെന്തും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അർഹിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നീ എന്നെ സ്നേഹിച്ചു, പരിഗണിച്ചു. നമ്മുടെ ജീവിതത്തിലെ സുവർണ്ണ നൂലിയ കൊണ്ട് തുന്നിയ കുറേ നല്ല ഓർമ്മകൾ. മിണ്ടിയിട്ടും മതിവരാതെ, കണ്ടിട്ടും കൊതി തീരാതെ ഞാനും നീയും. നമ്മുടെ സന്തോഷങ്ങളും സ്വപ്നങ്ങളും എത്ര രസകരമായിരുന്നു അല്ലേ? നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ എന്ന് പറഞ്ഞ് നീ പോകുന്ന ബിസിനസ് ടൂറുകളുടെ എണ്ണം ഈ ഇടയായിട്ട് കൂടി വരുന്നുണ്ടല്ലോ.